എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000-ൽ അതിശ്രേഷ്ഠനവൻ, സുസ്ഥനാം വന്യനാം നായകൻ. 10,000-ൽ അതിശ്രേഷ്ഠനവൻ, സുസ്ഥനാം വന്യനാം നായകൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4:14. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വക ഇല്ലായിരുന്നു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ കൂടെ നിൽക്കുന്ന കാരണത്താൽ അവർക്ക് എതിർ പറവാൻ കഴിഞ്ഞില്ല. ഇത് പത്രോസും യോഹന്നാനും കൂടെ പോയപ്പോൾ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും, ഞാൻ 13 അങ്ങനെ പറഞ്ഞത്, പത്രോസും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും അവർ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിൻ്റെ കൂടെ ആയിരുന്നു എന്ന് അറിഞ്ഞു. എന്നിട്ടാണ് പറയുന്നത്, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരുടെ കൂടെ നിൽക്കുന്നത് കണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. ഇന്നും ആ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല. ഇത് 3-ാം അധ്യായത്തിൽ പറയുന്ന അത്ഭുത രോഗസൗഖ്യമാണ്. അതിനെക്കുറിച്ചാണ്. അതിന് 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ പറയാം. നടന്നും അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. അവർ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരുന്നവനെന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. ഈ 3-ാം അധ്യായത്തിൽ മുടന്തനായ ഭിക്ഷക്കാരനെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നതാണ് അപ്പോസ്തലന്മാർ. അവിടെ പറയാണ്, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി. രണ്ടുപേരും ഒരേ മനസ്സോടുകൂടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട് പറയാം, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രണ്ടുപേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ സ്വർഗത്തിൽ നടന്നിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. രണ്ടുപേർ ഒരു മനസ്സോട് കൂടുന്നവരുടെ നടുവിൽ യേശു ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ പത്രോസ് യോഹന്നാനും ഒരു മനസ്സോടെ വന്നപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രഭാതത്തിൽ ഒന്നിച്ച് പത്രോസ് യോഹന്നാനും ഓടിയിട്ട് 2 സമയത്തായിട്ട് അവർ കല്ലറയ്ക്ക് ചെല്ലുന്നു. ഒന്നിച്ചു പോലും ചെല്ലാൻ കഴിയാത്തവർ ഇപ്പോൾ
പെന്തിക്കോസ് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ സിറ്റുവേഷൻസ് ചേഞ്ച് ആകാൻ തുടങ്ങുകയാണ്. അവർ ഇപ്പോൾ രണ്ടുപേരും ഒരേ മനസ്സോടെയാണ് നിൽക്കുന്നത്. അവർ പറയാണ്, ഞങ്ങളെ നോക്കൂ എന്ന് പറയും. എന്നെ നോക്കാൻ അവർ പറയുന്നില്ല, ഞങ്ങളെ നോക്കൂ എന്ന് പറയുക. പത്രോസ് യോഹന്നാനെയും അപ്പം പറഞ്ഞു, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ നോക്കി എന്ന് പറഞ്ഞു. നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കൂ. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇവിടെ പറയുന്ന ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ചു. ചുരുക്കം പറഞ്ഞ അവൻ്റെ എഴുന്നേൽക്കാൻ കഴിയാത്ത പാദങ്ങൾ അവർക്ക് യേശുവിൻ്റെ നാമം പറഞ്ഞ സമയത്ത്, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ എഴുന്നേൽക്കാൻ കഴിയുമായിരുന്നില്ല. വർഷങ്ങളായി 50 വർഷത്തിലധികമായി ഇവൻ മുടന്തനായി തന്നെ തുടരുകയാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഇവൻ പുറത്തു വന്നത് മുടന്തനായിട്ടാണ്. അപ്പോൾ വൈദ്യശാസ്ത്രപ്രകാരം ഇവന് സൗഖ്യം ലഭിക്കാൻ സാധ്യത കുറവായിരുന്ന സ്ഥാനത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? യേശുവിൻ്റെ നാമം കേട്ടപ്പോൾ, യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് സൃഷ്ടിപ്പിൻ്റെ നാമമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന നാമമാണ്. മരിച്ചതിനെ പോലും ജീവിപ്പിക്കുന്ന നാമമാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവൻ്റെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇവിടെ പറയണ ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ചു. യേശുവിൻ്റെ നാമം കേട്ടപ്പോൾ, സൃഷ്ടാവിൻ്റെ നാമം കേട്ടപ്പോൾ സൃഷ്ടി ആ ശബ്ദത്തിന് അനുസരിച്ച് അത് പൂർണ്ണതയിലേക്ക് വരികയാണ്. അവൻ്റെ ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവരൊക്കെയും അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ ചായച്ചുകൊണ്ടിരുന്നവനെന്ന് പറഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും ഉള്ളവരായി തീർന്നു. ഇന്നും ഈ സൃഷ്ടാവിൻ്റെ ശബ്ദം സൃഷ്ടി കേൾക്കുമ്പോൾ സൗഖ്യം സംഭവിക്കും. യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നിടത്ത് അത്ഭുത സൗഖ്യങ്ങൾ നടക്കും. യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെയും ആ വിഷയത്തിൽ നിന്ന്, ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കുവാൻ ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയുണ്ട്. സൃഷ്ടാവിൻ്റെ നാമത്തിൻ്റെ ശക്തി അത് സൃഷ്ടിക്കുന്ന ശക്തിയാണ്. ഇവിടെ പറയുകയാണ്, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവർക്കെതിർ പറയാൻ വകയില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കൈവെക്കുമ്പോൾ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസത്തോടെ, നിങ്ങളുടെ രോഗമുള്ള ഒരു വ്യക്തിയായി ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വിശ്വാസത്തോടെ കൈവെക്കുമ്പോൾ, നമ്മൾ ഈ നാമം ഇന്ന് ഉപയോഗിക്കുമ്പോൾ സൃഷ്ടി ആ ശബ്ദം കേട്ട് ആ സൃഷ്ടി പൂർണ്ണ സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക് വരും. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ശരീരങ്ങളിൽ സൃഷ്ടാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, സൃഷ്ടിപ്പിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. മരിച്ചതിനെ പോലും ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കട്ടെ. ശരീരങ്ങൾ ഇപ്പോൾ ജീവൻ പ്രാപിക്കട്ടെ. കണ്ണുകൾ തുറന്നു വരട്ടെ, കാതുകളുടെ കേൾവി മടങ്ങി വരട്ടെ, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. പാൻക്രിയാസ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ലിവർ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി സൗഖ്യമാകട്ടെ. കിഡ്നി സൃഷ്ടാവിൻ്റെ ശക്തിയാൽ, ശബ്ദത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. അസ്ഥികളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. തളർന്നവർ യേശുവിൻ്റെ നാമത്തിൽ ചാടി എഴുന്നേൽക്കട്ടെ. അത്ഭുത രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് തീരട്ടെ. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിനെ തന്നെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നു നാമത്തിൽ പിതാവേ, ആമേൻ.
നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചെങ്കിൽ ഇപ്പോൾ തന്നെ ആ സൗഖ്യം സംഭവിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേശു മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേശു മതിയായവൻ.